മുജാഹിദ് വിഭാഗം നമ്മളൊക്കെ അറിഞ്ഞതുപോലെ 8ഓളം വിഭാഗമുണ്ടെന്നാണ് അറിഞ്ഞത്. അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. 8ഓളം വിഭാഗമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഏതാണ് അതിൽ സിറാത്തുൽ മുസ്തഖീം? 8ഉം സിറാത്തുൽ മുസ്തഖീം ആവില്ലല്ലോ. കാരണം നമ്മൾ യൂട്യൂബിലൊക്കെ പ്രഭാഷണം കേൾക്കാറുണ്ട്. ഒരു മുജാഹിദ് മറ്റൊരു മുജാഹിദിനെ കാഫിറാണെന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് കുറെ വഴി? ഒന്നല്ലേ വേണ്ടൂ? അപ്പൊ ഈ 8ൽ നിന്നും ഏതാണ് സിറാത്തുൽ മുസ്തഖീം? 8 വിഭാഗം ഇപ്പൊ ആയിട്ടില്ല, ഇപ്പൊ 3 ഉള്ളത്. മുജാഹിദ് പ്രസ്ഥാനം 2-3 വിഭാഗങ്ങളായി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാരണമായി ഇപ്പൊ സംസം വെള്ളം, അഹ്ലുസുന്ന ആ വിഷയത്തെ സ്വീകരിച്ചത് എന്താ? സംസം വെള്ളം മഹത്വമുള്ള വെള്ളമാണ്, അതിന് ബറക്കത്തുണ്ട്, ഭൂമുഖത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ് സംസം. അഹ്ലുസുന്നയുടെ നയമാണ്. പഴയ കാലത്ത് മുഅ്തസിലിയാക്കൾ സംസമിന്റെ മഹത്വത്തെ നിഷേധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സമസ്തക്കാര്, മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് അടക്കമുള്ളവരൊക്കെ ഒരേപോലെ ആ വിഷയത്തിൽ ഒന്നാണ്, സംസമിന്റെ വിഷയത്തിൽ ഒന്നാണ്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചില മുജാഹിദ് പ്രസ്ഥാനത്തിൽ പെട്ട ആളുകൾ തന്നെ പിന്നീട് പറഞ്ഞു സംസം വെള്ളത്തിന് മഹത്വമില്ല, അതിനെങ്ങനെ ബറക്കത്തില്ല, അത് സാധാരണ വെള്ളമാണ്. നമ്മൾ എന്തു ചെയ്യണം? എന്തായാലും മുജാഹിദല്ലേ, നമുക്ക് തൽക്കാലം അംഗീകരിക്കാം എന്ന് പറയണോ? വേണ്ട. 2015 ആഗസ്റ്റ് 7 ശബാബ് വാരികയിൽ ലേഖനം വന്നു, സംസം വെള്ളത്തിന് മഹത്വമില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട്. അപ്പൊ നമ്മൾ ഒന്നിച്ചു പറഞ്ഞു ഇത് ശരിയല്ല, ഹദീസുകൾ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു അല്ല, ഇതാണ് ശരി, നിങ്ങളുടെ ശരിയല്ല. രണ്ടഭിപ്രായമായി പ്രശ്നം കൊണ്ടുവന്ന ആളുകളും പിന്നീട് ആ മാർഗം സ്വീകരിച്ച പറച്ച ആളുകളുമൊക്കെ 2012 ആയപ്പോ പറഞ്ഞു ജിന്നും മലക്കൊക്കെ അഭൗതികമാണ് എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികം നമ്മളൊക്കെ പറയേ അത് ശരിയല്ല, അത് പറയാൻ പാടില്ല, അഭൗതികമായ കഴിവ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ, ഒരു സൃഷ്ടിക്കുമില്ല എന്ന് പറയേണ്ടി വന്നു. ആ വിഷയത്തിൽ ആരുടേതാ ശരി? അഭൗതികമായ അല്ലാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് ആര് പറയുന്നുവോ അവരുടെ ശരിയാണ്. അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതു മാർഗത്തിലാണുള്ളത് ആ മാർഗം സ്വീകരിക്കുന്നവർ. അതിൽ ചില വിഷയങ്ങളിൽ മർക്കസുദായ വിഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ചില വിഷയങ്ങളിൽ സീനിട്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുജാഹിദുകൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ഇനി ഏതെങ്കിലും വിഷയത്തിൽ ഞങ്ങളെ പക്കൽ തെറ്റുണ്ടെന്ന് ആര് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുവോ തീർച്ചയായും തിരുത്തേണ്ടതാണ്, തൗബ ചെയ്യേണ്ടതാണ്, സംശയമൊന്നുമില്ല. ഇതിന്റെ ഉപചോദ്യമാണ്. എനിക്ക് വേറെ ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഞാൻ ചോദിച്ചത് പിന്നെ മുജാഹിദിൽ ഇപ്പൊ 3 വിഭാഗമാണ് ഉള്ളതെന്ന് പറഞ്ഞു. മുജാഹിദിൽ നിന്ന് ഒരാൾ മറ്റൊരാളെ കാഫിറാണെന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത്, നമുക്കറിയാം ഇവിടെ ഏതാണ് ശരി, ഏതാണ് നേരായ രീതിയിലുള്ളത്, അത് ശരിയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ 3ൽ നിന്നും ഏതാണ് ശരി എന്താണ് എനിക്ക് അറിയേണ്ടത്? സിറാത്തുൽ മുസ്തഖീം ഏതാണ്? ഞാൻ പറഞ്ഞത് 3 വിഭാഗത്തിലും ഒരുപാട് വിഷയങ്ങളിൽ സിറാത്തുൽ മുസ്തഖീമിലാണ് എല്ലാവരും ഉള്ളത്, 3 മുജാഹിദും ഉള്ളത്. മിക്കവാറും വിഷയങ്ങളിൽ സിറാത്തുൽ മുസ്തഖീമിലാണ് 3 മുജാഹിദും ഉള്ളത്. എന്നാൽ ചില പോയിന്റുകളിൽ സിറാത്തുൽ മുസ്തഖീം തെറ്റിയിട്ടുണ്ട്.